നമ്മൾ ഈ യൂസ്ഡ് കാർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഡോക്യുമെന്റ്സിൽ ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ കണ്ടീഷനിൽ നമ്മളെ ഡിജിറ്റൽ ആർ സി ആണല്ലോ, അത് കറക്റ്റ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം നമ്മൾ ഈ OLX എന്നൊക്കെ നോക്കി വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഡോക്യുമെന്റ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ വാങ്ങുക. ഈ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ ഇപ്പോൾ ഡിജിറ്റൽ ആർ സി ഒക്കെ ആണെങ്കിൽ ആ ഒരു PDF നമുക്ക് അയച്ചു തരാം. പിന്നെ അതാണ് അതിൻ്റെ ഡോക്യുമെൻ്റ്. നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വാങ്ങുന്നില്ലല്ലോ. അതാണ് അതിൻ്റെ ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വാങ്ങുക. എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതേപോലെ OLXലൊരു വണ്ടി കണ്ടിട്ടു. ഞാൻ എൻക്വയറി നടത്തിയപ്പോഴാണ് എനിക്ക് നമ്പർ അയച്ചു തന്നു. ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതേപോലെ വാട്സപ്പ് ത്രൂ ആണ് ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തന്നത്. ഇതേപോലെ ഡോക്യുമെൻറ്റ്സ് ഡിജിറ്റൽ ആർ സി ആയിരുന്നു. PDF ഇത് എനിക്ക് അയച്ചു തന്നു. ഞാൻ നോക്കിയപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി 2013 ഷിഫ്റ്റ് ആയിരുന്നു. സെക്കൻഡ് ഓണർ വണ്ടി. 2 lakh പുള്ളിക്കാരാകെ ഇട്ടിട്ടുള്ളൂ. ഈ 2 lakh ഇട്ടപ്പോൾ ഇതിൽ ചെറിയ ഉടായ്പ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ കണ്ടപ്പോൾ ബോഡിയിൽ അത്യാവശ്യം വർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2 lakh ഇട്ടിട്ടുള്ളതെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ വണ്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല, എൻ്റെ വണ്ടിയല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഫ്രണ്ട് ഇവിടെ ഇല്ല, അബ്രോഡാണ്, എൻ്റെ അടുത്ത് വിൽക്കാൻ തന്നാന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു ജെന്യൂൻ തോന്നാത്തത് കൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്രോഡിൽ നിന്നാന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഓക്കെ, ഞാൻ വണ്ടി കാണാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു. അടുത്ത ദിവസം മോർണിംഗിൽ ഞാൻ അവിടെ എത്തി, വണ്ടി കണ്ടു. ഈ വണ്ടി കണ്ട സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്ത പുള്ളിയല്ല വണ്ടിയായിട്ട് വന്നത്, അവൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വേറെ ഒരുത്തൻ വണ്ടിയായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അവനെ എവിടെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു അവൻ ഇവിടെ ഇല്ല, അവൻ ട്രിവാൻഡ്രം പോയതാണ്, പെട്ടെന്ന് പോകാനുണ്ടായതുകൊണ്ട് പോയതാണെന്ന് പറഞ്ഞു, അർജൻറ്റായി പോയതാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് ഫുള്ള് ഫോണിലൂടെയാണ്. കാരണം അവനല്ലല്ലോ വന്നത്. ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്ന മറ്റേ പുള്ളിക്കാരനാണ്. അവൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഫുള്ള് ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ വണ്ടി കണ്ടു. വണ്ടി വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതേപോലെ സെക്കൻഡ് ഓണർ വണ്ടിയായിരുന്നു. RC ഓക്കെ. എനിക്ക് അയച്ചു തന്നപ്പോൾ RCയിൽ ഹൈപ്പോത്തിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് അയച്ചു തന്ന RCയിൽ അതൊക്കെ ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ എത്തി വണ്ടി കണ്ടു. ഞാൻ 185 വണ്ടി ക്ലോസ് ചെയ്തു. അത്യാവശ്യം ബോഡി വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തു. 6 ക്ലോസ് ചെയ്തു. അവൻ ഓക്കെ ആയി. അപ്പം എന്നോട് പറഞ്ഞു, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തോളൂ, ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചുതരാം, അല്ലാതെ ക്യാഷ് ആണെങ്കിൽ നിങ്ങൾ അവൻ്റെ അടുത്ത് ക്യാഷ് കൊടുത്തോളൂ എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, എനിക്ക് ആർച്ച് ഒന്നും ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു, സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെറിയൊരു ആയിക്കോട്ടെ എടുത്തോളൂ എന്നൊക്കെ അവൻ പറഞ്ഞു. അങ്ങനെ ഞാൻ OTP അയച്ചപ്പോൾ ഇവ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പം തരാമെന്ന് പറയാനല്ലാതെ മറ്റേ പുള്ളിക്കാർ അബ്രോഡിൽ നിന്ന് വിളിച്ചവനെ കോൺടാക്ട് ചെയ്തിട്ടും വാട്സപ്പിലൂടെ കോൺടാക്ട് ചെയ്തിട്ടും അവനും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് ഉടായ്പ് ഫീൽ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സൈറ്റിൽ നിന്ന് നമ്പർ എടുത്തിട്ട് OTP കിട്ടി. സൈറ്റിലുള്ള നമ്പർ എടുത്ത് ഞാൻ വിളിക്കാൻ മീൻസ് അത് കുറച്ചൊരു കാരണം കുറച്ച് ടൈം എടുത്തിട്ട് എനിക്ക് കിട്ടി. എന്തായാലും OTP കിട്ടി. അത് വേറെ സ്റ്റോറി ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അങ്ങനെ എനിക്ക് OTP കിട്ടി. ഞാൻ RC ഡൗൺലോഡ് ചെയ്തെടുത്തു. എടുത്ത സമയത്ത് അതിൽ എനിക്ക് അയച്ചു തന്നതിൽ വേറെ ഹൈപ്പോത്തിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഈവൻ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ അതിൽ ഹൈപ്പോത്തിക്കേഷൻ ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ഫിനാൻസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്ത് അതിൽ നോക്കിയപ്പോൾ ലോൺ ക്ലോസിങ് 3,80,000 രൂപ ലോൺ ക്ലോസിങ് മാത്രം വണ്ടിയുമുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മൾ ഇത് കറക്റ്റ് നോക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിസിക്കൽ RC ആയിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയിരുന്നു. അതിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒറിജിനൽ RC എന്നുള്ള ഡോക്യുമെൻ്റ് നമ്മളെ കയ്യിൽ കിട്ടിയിരുന്നു. അതിൽ ഹൈപ്പോത്തിക്കേഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കിയാൽ അറിയായിരുന്നു. ഇപ്പോഴത്തെ നിലവിൽ കണ്ടീഷനിൽ ഈ ഡിജിറ്റൽ RC ആയതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും നമ്മളെ ഒരു ChatGPT അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ട് അവർ ക്ലിയർ ചെയ്തിട്ടാണ് എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ ചെയ്തു തന്നെ ആയിരിക്കും എനിക്കത്. അപ്പം എനിക്ക് എന്തൊരു ബുദ്ധിക്ക് അങ്ങനെ തോന്നിയോണ്ടാണ് ഇതേപോലെ. അപ്പോൾ കുറച്ചൊരു ഐഡിയ ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ ഇത് പോയി ഈ 185 കൊടുത്തില്ലെങ്കിൽ 2 lakh കൊടുത്തിട്ടാവും വണ്ടി എടുത്താവും പോയില്ലേ, പിന്നെ പിന്നാലെ ബാക്കിൽ വരും പോലീസ് അല്ലെങ്കിൽ വേറെയുള്ളവർ വരും ബാക്കിൽ. അപ്പോൾ ഇങ്ങനത്തെ പല ചൊറ പരിപാടികളും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് നോക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും.
നമ്മൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് ചെറിയ ഫാൾട്ട് പറ്റി. കാരണം ഇത് നമ്മൾ അവിടെ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ പരിവാഹൻ്റെ സൈറ്റോ അല്ലെങ്കിൽ കാർ ഇൻഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് നമ്മൾ അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത്. നമ്മൾ അതിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതേപോലെ ഈ ഡിജിറ്റൽ ആർട്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ വണ്ടി എടുക്കാനൊക്കെ വരുന്ന സമയത്ത്, യൂസർ കാർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിലൊന്ന് ചെക്ക് ചെയ്യുക. ഡിജിറ്റൽ ആർട്സ് എല്ലാം തന്നെ കുഴപ്പമില്ല, ഫിസിക്കൽ ആർട്സ് ആവണമെന്ന് നമുക്കത് ഡയറക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടും, ഒറിജിനൽ ആർട്സ് എന്നുള്ള രീതിയിൽ കയ്യിൽ കിട്ടും. എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഏതെങ്കിലും എംപരിവാൻ്റെ സൈറ്റോ അല്ലെങ്കിൽ എംപരിവാൻ്റെ ആപ്പൊക്കെ ഉണ്ടല്ലോ, ആപ്ലിക്കേഷനൊക്കെ ഉണ്ടല്ലോ, അതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്പറോ ചേസ് നമ്പറൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഹൈപ്പോത്തിക്കേഷൻ കിട്ടും, ബ്ലാക്ക് ലിസ്റ്റ് ആണെങ്കിൽ അതെല്ലാം നമുക്ക് അതിൽ കിട്ടും. അപ്പോൾ ഇതേപോലെയൊക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇതിപ്പോൾ തീരെ ഒരു ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി വണ്ടി എടുത്ത് പോരും. കാരണം അത്യാവശ്യം റേറ്റ് കുറച്ചിട്ടാണ് വണ്ടി കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചൊറകളുണ്ട്. നമ്മൾ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ആ ഒരു OTPക്ക് നമ്മളെ വിളിച്ചു, ഇല്ലെങ്കിൽ OTP എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് തോന്നിയതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു അയച്ചു തന്നാണ് നമ്മുടെ ഡോക്യുമെന്റ്. കാരണം ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനിൽ നമുക്ക് ഡിജിറ്റൽ ആർട്സ് ആയതുകൊണ്ട് അതാണ് നമ്മളെ ഡോക്യുമെന്റ്. അത് നമ്മുടെ ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പോരും. അത് നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചു തരും, അല്ലെങ്കിൽ അത് പോയി കോപ്പി എടുക്കും, കാര്യമില്ല. അപ്പോൾ ഇതിന് മുന്നേ ഈ ഒരു സൈറ്റുകളിലൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ.